Meet the editors. പ്രളയം പൊട്ടിയൊലിച്ചെത്തിയ റസുവയിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള നുവാക്കോട്ട് എന്ന ചെറുപട്ടണം മണ്ണും ചെളിയും കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടും പാതി മണ്ണിൽ മുങ്ങിയ വാഹനങ്ങളുടെ അവശിഷ്ടം കൊണ്ടും ആദിമ നഗരം പോലെയിരിക്കുന്നു. ആ നഗരത്തിനിടയിൽ എത്ര പേരുണ്ടാകുമെന്നത് നാട്ടുകാർക്ക് പോലും അറിയില്ല. നുവാക്കോട്ട് മാത്രമല്ല, മിന്നൽ പ്രളയത്തിന്റെ ദുരിതക്കയത്തിലാണ് നേപ്പാൾ ആകെ. നേപ്പാളിന്റെ ഭൂമിശാസ്ത്രമാകെ തുടച്ചു നീക്കി റസുവയിലെ പ്രളയജലം. എത്ര പേരാണ് മണ്ണിനടിയിലുള്ളതെന്ന് ഇതുവരെ സ്ഥിരീകരണമില്ല. വഴിയടഞ്ഞു പോയതിനാൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഇതിനെല്ലാം പുറമെയാണ് അതിർത്തിക്കപ്പുറത്ത് ചൈനയിൽ പുതുതായി രൂപപ്പെട്ട ഒരു തടാകം ഏതു നിമിഷവും തകരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിക്കുന്ന ആശങ്ക. നേപ്പാൾ നടുക്കൂ എന്നതാണ് ചോദ്യം. നോർക്ക സിഇഒ ശ്രീ രാജേഷ് മാധവൻ, ജിയോളജിസ്റ്റ്, അദ്ദേഹം കുസാറ്റിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് മേധാവിയാണ്. ഡോക്ടർ സുനിൽ PS, ഒപ്പം തന്നെ നമ്മോടൊപ്പം ഡോക്ടർ P. വിജയകുമാർ, കാലാവസ്ഥാ വിദഗ്ധനാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധനാണ്. നേപ്പാളിൽ കുടുങ്ങിയൊരു മലയാളിയുമുണ്ട്, വിനോദ്. ഇതിലെല്ലാം പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ആർത്തലച്ചെത്തിയ മിന്നൽ പ്രളയം കണ്ണിൽ കണ്ടതെല്ലാം നാമാവശേഷമാക്കുകയായിരുന്നു. പ്രളയജലം കടന്നുപോയ മേഖലകളിൽ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. പ്രേതനഗരത്തിന് സമാനമാണ് റസുവ ജില്ലയിലെ കാഴ്ചകൾ. മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ ഇപ്പോഴും അധികൃതർക്ക് സാധിക്കുന്നില്ല. നേപ്പാളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ആദിൽ പാലോട് നൽകിയ റിപ്പോർട്ടിലേക്ക്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലെ ഒരു മൃഗാശുപത്രിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഒരു മൃഗാശുപത്രി, ജില്ലാ മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണുമ്പോഴറിയാം ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റസുവ ജില്ലയിൽ തുടങ്ങിയ മിന്നൽ പ്രളയം അത് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അത് വലിയ കൊടുങ്കാറ്റായി വന്നു എന്നതാണ് മിന്നൽ പ്രളയത്തിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാണുന്നത് ഭോട്ടേക്കോശി നദിയുടെ ഒരു ഭാഗമാണ്. അതിപ്പോഴും ശക്തിയായി തന്നെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത്, ഇപ്പോൾ ഒലിക്കുന്ന ഈ ഭാഗത്ത് ചെറുതായി പോയിരുന്ന ഒരു നദിയാണ് ഈ വിധം ഭീകരമായ സ്ഥിതിയിലേക്ക് മാറിയത്. ഒരു വശത്ത് ഈ കെട്ടിടത്തിൻ്റെ, ഈ ജില്ലാ മൃഗാശുപത്രിയുടെ ഒരു പ്രധാന ഭാഗം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കെട്ടിടം ഇരുന്നു പോയി എന്നുള്ളതാണ്. ഇവിടെ 40-ലേറെ പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഈ ഭാഗത്തെ ദൃശ്യങ്ങൾ അതുൽ ചന്ദ്രൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ കെട്ടിടം, മേൽക്കൂരയൊക്കെ പൊളിഞ്ഞു പോയതാണ് നമ്മൾ കാണുന്ന അനുഭവം. ഏതായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ ഒരു പ്രദേശവാസി ഉണ്ട്. ക്യാ ഹാൽ था पहले, अभी क्या है? सर ये मैं ट्रैवलर हूँ. ज़्यादातर यही रास्ते में हम चलते थे. अभी बड़ा बाजार था. फिर क्या है, ये ट्रांजिट पॉइंट था, तिरसुली ट्रांजिट पॉइंट था. सारा गाँव का और जितने भी बाहर का पब्लिक, ये मेन बाज़ार था. तो पहला यहाँ हरा भरा ये नदी स्मॉल था. तो इसमें क्या था, 2 ब्रिज था, कनेक्टिविटी का 2 ब्रिज था, पक्की ब्रिज, वो लेके गया. सो 2 ബ്രിഡ്ജ് ഇവിടെ നിന്ന് മുഴുവനായി അടിച്ചുകൊണ്ട് പോയി എന്നാണ് അവർ പറയുന്നത്. पावर यूनिट था ना, ये 23 वाट का जो था हाइड्रो पावर था, उसका पावर हाउस था. वहाँ पावर हाउस को भी लेके गया इलेक्ट्रिक. फिर यहाँ चाइल्ड का खेलने के लिए बड़ा सा गार्डन बन रहा था. इसमें बहुत बाजार था. तो इसमें क्योंकि इधर का और इसका और उधर रसुआ का ये मेन जो है कनेक्टिविटी. ഈ കണക്ടിവിറ്റി നൽകുന്ന ഒരു അങ്ങാടിയാണ് ഇത്. അവിടെ നമ്മൾ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു ജലവൈദ്യുത പദ്ധതിയായിരുന്നു. അത് പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ്. ഈ മൃഗാശുപത്രിയുടെ തൊട്ടടുത്തൊരു ഗാർഡനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, അതും പൂർണ്ണമായി പോയി. ഏതായാലും എത്ര പേർ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മൾ റസുവ ജില്ലയിൽ നിന്ന് അനുഭവിക്കുന്നത്, കാണുന്നത്. ആകെ തന്നെ സങ്കടമുണ്ടാക്കുന്ന, പേടിയുണർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേപ്പാളിൽ കാണുന്നത്. നേപ്പാളിലെ റസുവ ഭാഗത്താണ് റിപ്പോർട്ടർ TV സംഘമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ നേപ്പാൾ. വാർത്തകളിലേക്ക് പോവുകയാണ്. ശ്രീ രാജേഷ് മാധവനിലേക്ക്, നോർക്ക സിഇഒ. ശ്രീ രാജേഷ് മാധവൻ, അങ്ങ് രാവിലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞ 53 മലയാളികൾ എന്നുള്ളതാണ്. പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്കറിയാനാകുന്നത് 33 പേരെ, അല്ലെ 33 മലയാളികളെ കേരളത്തിൽ നിന്ന് കാണാനില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അങ്ങേക്കറിയാനായ കണക്കെന്താണ്? ആക്ച്വലി ആ 33ൻ്റെ കണക്ക്, ഇതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ ഈ 53 പേരിലേക്ക് എത്തിയത്.
അതായത് നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിലൂടെ ആൾക്കാർ ഫാമിലി ഫ്രണ്ട്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അവർ തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം, ഗ്രൂപ്പ്, അങ്ങനെ നമ്മൾ 17 ഇൻഫർമേഷൻ ഇന്നാണ് 53 എത്തിയത്. അതിനുശേഷം MEA രണ്ടാം തവണയായിട്ട് നമ്മളോട് വീണ്ടും കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഫോർമാറ്റ് ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആസ് മച്ച് ഓഫ് ഡീറ്റെയിൽസ്, വളരെ മൈന്യൂട്ടായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അത് നമ്മൾ വീണ്ടും ഫാമിലി മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സോ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങോട്ട് വന്ന കോൾസിലെ ആ നമ്പറുകളിലേക്ക് പലപ്പോഴും നമുക്ക് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ചിലതിൽ റെസ്പോൺസ് ഇല്ലാതെ പോയി, റിങ് ചെയ്യുന്നു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് കണക്ട് ചെയ്ത് കിട്ടിയ ആൾക്കാരുടെ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അതാണ് ഏകദേശം ഒരു 30ഓളം എണ്ണമാണ് നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റിയത്. MEA ആവശ്യപ്പെട്ട് അത് നമ്മൾ ഇമ്മീഡിയറ്റ് ഒരു 1:30 മണിയോടുകൂടി ഉച്ചയ്ക്ക് ഷെയർ ചെയ്തിരുന്നു. സോ ഞങ്ങളത് സംശയിക്കുന്നത് ആ ഒരു നമ്പറാണ് അവർ കൺഫേം ലിസ്റ്റായിട്ട് വെച്ചതെന്ന് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാനാണ് പറ്റുന്നത്. ഇപ്പോൾ അതല്ലാതെ ഞങ്ങളുടെ നമ്പറിൽ ആ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ബിക്കോസ് ഫാമിലി മെമ്പേഴ്സ് തന്നെ നമ്മളെ ഇൻഫോം ചെയ്തതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ 53 എത്തിയത്. ഇത് കൂടാതെ വൈകിട്ട് ഒരു കോൾ കൂടി വന്നിരുന്നു. ഒരു ജ്ഞാനേഷ് സീതാറാം പ്രഭു എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ 24th മുതൽ 30th വരെ അവിടെ ട്രെക്കിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ പുള്ളി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത് വൈകിട്ടാണ് പുള്ളിയുടെ ഫാദർ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കുന്നത്. ഞങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്ത് മറ്റ് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ആൾ 24-ാം തീയതി വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും ഉണ്ടാവില്ല എന്ന് ഉള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്ന. കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, പുള്ളി ട്രെക്കിങ്ങിലായിരിക്കുന്നത്. പക്ഷേ നമ്മളെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തിനായാലും ആ വിവരമാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയത്. അപ്പോൾ ഈ 53 എന്നുള്ളത് 54 ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് കിട്ടിയ വിവരങ്ങളും കൂടി നമ്മൾ MEAക്ക് ഷെയർ ചെയ്ത് പുള്ളിയുടെ കേസിൽ ഒരു വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പല മേഖലകളിലായിരിക്കുമല്ലോ ശ്രീ രാജേഷ്. ഇപ്പോൾ എല്ലാവരും ഒരേ പ്രദേശത്താവില്ല. ഇപ്പോൾ റസുവ തന്നെ കാഠ്മണ്ഡുവിൽ നിന്നും 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് എത്തുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. റസുവ മേഖലയ്ക്ക് 8 മണിക്കൂറുണ്ടെന്ന്. അപ്പോൾ ഇവരൊക്കെ തന്നെ മറ്റൊരു മേഖലയിലുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ പറ്റാത്ത സാഹചര്യം എന്നാണോ, അതോ ഈ ദുരന്തത്തിന്റെ കാഴ്ചകൾ അവർ നേരിട്ടു എന്നാണോ, എന്താണ് അറിയാൻ കഴിയുന്നത്? ഈ ബന്ധുക്കളിൽ നിന്നാണ് അങ്ങും വിവരം അറിയുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പോലും നേരിട്ടതായിട്ട് നമുക്ക് നമ്മൾ ഈ അതായത് ദുരന്തത്തിൽ അകപ്പെട്ടു എന്നുള്ള മട്ടിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇതുവരെയും നമുക്ക് സോളിഡായിട്ട് കിട്ടിയിട്ടില്ല. കാര്യം നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളൊരു ഇവൻ്റ് ആയതുകൊണ്ട്, ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് MEA മുഖേന എംബസി വഴിയുള്ള വിവരങ്ങളാണ് നമ്മൾ ആധികാരികമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയും അങ്ങനെ ഒരു കാഷ്വാലിറ്റിയോ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് മുന്നിൽ വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ ഫാമിലി മെമ്പേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ബാങ്ക് ചെയ്യുന്നത് ഇവർ അവസാനം ഇവരെ ഫാമിലിയെ കോൺടാക്ട് ചെയ്ത ലൊക്കേഷനും അതിൻ്റെ സമയവും അവർ ഷെയർ ചെയ്ത വിവരങ്ങളുമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആ വിവരങ്ങളെടുത്ത് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഷീറ്റ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഇൻഫർമേഷൻ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പലരും കാഠ്മണ്ഡു ഭാഗങ്ങളിലാണ്. 1-2 കേസുകളിൽ അവർ ട്രാവൽ ചെയ്ത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. വെസ്റ്റ് ബംഗാളിൽ എത്തിയതായിട്ടും ഡാർജിലിംഗിൽ എത്തിയതായിട്ടും 1-2 ഇൻഫർമേഷൻസും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്നൊരു ഫൈനാലിറ്റിയിൽ നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൈന്യൂട്ട് വിവരങ്ങൾ വെച്ച് MEA ഓൾറെഡി നേപ്പാളിലും മറ്റുമൊക്കെ റെസ്ക്യൂ നമ്പേഴ്സ് ഓൾറെഡി ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹെലികോപ്റ്റർ റെസ്ക്യൂ വേണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യാൻ മറ്റുമൊക്കെ. അപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന മുറയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവർ എക്സാക്ട്ലി നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് MEAക്ക് നമ്മൾ അറിയിക്കാൻ പറ്റുന്നത്. അതല്ലാതെ ഡയറക്റ്റ് നമുക്കൊരു കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. നെറ്റ്വർക്ക് വൈപ്പ് ഔട്ടാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നേരിട്ട് അവിടെ കുടുങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു കോൺടാക്റ്റ് സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് MEA നമ്മൾ ഷെയർ ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ MEA ഇവരെ ലൊക്കേറ്റ് ചെയ്യുകയും എംബസി മുഖേന അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് വ്യാപകമായിട്ട് തെരച്ചിലും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഹെൽപ്പ് ഡെസ്കുകളെ കോൺടാക്ട് ചെയ്യാൻ അവിടെയുള്ള നേപ്പാളിലുള്ള ഹെൽപ്പ് ഡെസ്കുകളെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗ്ഗമുണ്ട്. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വിവരങ്ങളുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് ആൾക്കാരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ശരി, ഞാനൊന്ന് ഡോക്ടർ സുനിൽ PS പോകുന്നു, ജിയോളജിസ്റ്റിലേക്ക്. ശ്രീ സുനിൽ PS, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭൂകമ്പമുണ്ടായി, അതിനുശേഷം ഉണ്ടായ വലിയ പ്രളയം, ദുരന്തം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഭൂകമ്പമല്ല ആദ്യം ഉണ്ടായിരിക്കുന്നത്, ഹിമാനികൾ പതിച്ചതാണ്, അതിനുശേഷം ഉണ്ടായ പ്രളയം, അതിനെ തുടർന്നുണ്ടായ ഭൂകമ്പം എന്ന രീതിയിലും വ്യാഖ്യാനിക്കുന്നു. അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? ഈ നേപ്പാളിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ മഞ്ഞു
മൂടിയ മേഖലകൾ, അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം മഞ്ഞ് മൂടിക്കിടക്കുന്ന മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈ ഹിമാലയൻ മേഖല. അവിടെ ഹിമാലയൻ മേഖല എന്ന് പറയുമ്പോൾ നേപ്പാൾ മാത്രമല്ലല്ലോ, അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ്? എന്ത് ഈ ഭൂപ്രദേശത്തിലെ പ്രത്യേകതകളാണ് ഈ ദുരന്തത്തിനിടയാക്കിയത്? നമസ്കാരം. നമ്മളിപ്പം ഈ റസുവ മേഖലയിൽ നേപ്പാൾ ചൈന അതിർത്തിയിലുള്ള റസുവ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മിന്നൽ പ്രളയം, നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് അഥവാ മിന്നൽ പ്രളയത്തെ തന്നെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാം. നമുക്ക് തന്നെ അറിയാം, വെസ്റ്റേൺ ഗൾഫിലും കേരളത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് അതിതീവ്ര മഴ മൂലവും മേഘവിസ്ഫോടനങ്ങൾ മൂലമുള്ള മിന്നൽ പ്രളയങ്ങൾ അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകാറുണ്ട്. എന്നാലിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ ഈ മേഖലകൾ നമ്മളിപ്പം സ്മൃതി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിലെ ജലസംഭരണികൾ ഐസ് മൂലമുള്ള അന്റാർട്ടിക്കയും ആർട്ടിക്കയും കഴിഞ്ഞാൽ മൂന്നാം ധ്രുവം എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിമാലയത്തിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഹിമാനികൾ തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ജലസ്രോതസ് മൂന്നാമത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതലുള്ള ജലസ്രോതസ്സുകൾ നിലനിൽക്കുന്നൊരു സ്ഥലമാണ് കുടിവെള്ളത്തിനായിട്ടുള്ള ഹിമാനികൾ മൂലമുള്ള ഹിമാലയത്തിൽ. അത് ഇന്ത്യൻ ഹിമാലയമാണെങ്കിലും നേപ്പാൾ ഹിമാലയമാണെങ്കിലും ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം, ഇത്തരം മിന്നൽ പ്രളയങ്ങൾ സംഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേങ്കിൽ ഇപ്പം വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിതീവ്ര മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഹിമാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതേപോലുള്ള അതിതീവ്ര മഴകൾ പോലെ ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ജൂലൈയിൽ 20-ആം തീയതി അതുപോലെ തന്നെ ഈ ഓഗസ്റ്റിൽ 14-ആം തീയതി ശ്രീനഗർ നമ്മുടെ കാശ്മീർ ഹിമാലയത്തിലുള്ള ശ്രീനഗർ ഭാഗത്ത് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുണ്ട്. ഇതേ ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഇപ്പം നേപ്പാളിൽ ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ അറിയാൻ സാധിച്ചത് അവിടുത്തെ അന്തരീക്ഷം കാലാവസ്ഥയെല്ലാം നിലവിൽ ഇപ്പം സമ്മറാണ്. അവിടെ അതിതീവ്ര മഴയൊന്നും രേഖപ്പെടുത്തിയായിട്ട് ഞാൻ റിപ്പോർട്ടുകളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇപ്പം ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയത്തിൽ ഉണ്ടാകാനുള്ള മൂന്നാമതൊരു കാരണം അതിതീവ്ര മഴയോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനമോ കൂടാതെ ഇവിടെ പല സമയങ്ങളും ചെറിയ ഭൂകമ്പങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ 5 മാഗ്നിറ്റ്യൂഡ് എബോവുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇവിടുത്തെ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് അഗെയിൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ പാറകളാണ് വെസ്റ്റേൺ ഗട്ട്സിലുണ്ടെങ്കിൽ ഇവിടെ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൈസ്മിക്കലി അല്ലെങ്കിൽ ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവായിട്ടുള്ള റീജിയനാണ്. ഇതിൻ്റെ പഴക്കം തന്നെ ഏതാണ്ട് 50 ദശലക്ഷം പഴക്കം മാത്രമേ ഉള്ളൂ. അത് കമ്പയർ ടു വെസ്റ്റേൺ ഗട്ട്സ് വളരെ യങ്ങുമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഭൂചലനങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടി ഉണ്ടാകുമ്പോൾ ഇത്തരം ഹിമാനികൾ ഇടയ്ക്ക് അവിടുന്ന് നമുക്ക് അവിടുത്തെ ഇളകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ സ്ലോപ്പ് പരിഗണിച്ചാൽ ഇളകാനുള്ള സാധ്യതയുണ്ട്. 45 ഡിഗ്രിക്ക് മുകളിലാണ് അവിടുത്തെ മിക്ക സ്റ്റീപ്പായിട്ടുള്ള നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകൾ മൊത്തം. അപ്പം ഇന്നലത്തെ 8:22 മോർണിംഗിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്നത് അവിടെ മഴയോ അതിതീവ്ര മഴയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇതേ ഒരു സമയത്ത് 4.9 മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ സൈസ്മോളജി NSC മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ടെക്നോളജിയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന റിപ്പോർട്ടുകളിൽ US ജിയോളജിക്കൽ സർവേ ഒക്കെ സംബന്ധിച്ച് അവർ പറയുന്നത് ഇത്തരം ആ ഒരു സമയത്ത് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തെങ്കിലും അതൊരു പക്ഷേങ്കിൽ അത് ഭൂകമ്പമായിട്ടുള്ള ഹിമപാതങ്ങൾ അല്ലെങ്കിൽ അവലാഞ്ചസ്, ഐസ് റോക്കും പാറയും ചേർന്നുള്ള അവലാഞ്ചസ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ താഴ്ചയിലേക്ക് പതിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് സാധാരണ ഇത്തരം ഐസ് ക്വേക്സ് എന്ന് വേണേൽ അതിനെ നമുക്ക് പറയാം, അന്റാർട്ടിക്കയിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനികൾ അടർന്നു വീഴുമ്പോൾ അതുമൂലം സൈസ്മിക് തരംഗങ്ങൾ അല്ലെങ്കിൽ സൈസ്മിക് വേവ്സ് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അത്തരം തരംഗങ്ങളായിരിക്കാം ഈ 4.9 തീവ്രത രേഖപ്പെടുത്തിയ നമ്മുടെ സൈസ്മോമീറ്റർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പക്ഷേങ്കിൽ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇതൊരു ഭൂകമ്പം ആ സമയത്ത് നടന്നിട്ടില്ല. പക്ഷേ ഈ ഒരു 4.9 വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് കഠിനമായി അല്ലെങ്കിൽ തീവ്രതയേറിയ ഒരു അവലാഞ്ചസ് അല്ലെങ്കിൽ ഹിമപാതമാണ് സംഭവിച്ചിരിക്കുന്നുള്ളത്, അത് ഈ ഇത്ര മുകളിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം താഴെയുള്ള നദികളിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ നമ്മൾ തടാകങ്ങൾ അല്ലെങ്കിൽ ലേക്സിനെ പറഞ്ഞാലും ഹിമാലയത്തിലുള്ള 2 തരത്തിലുള്ള ലേക്കുകളുണ്ട്. ഒന്ന് ഗ്ലേഷ്യർ ലേക്സ് തടാകങ്ങൾ, 2 ടെക്ടോണിക് ലേക്സ് എന്ന് പറയും. ഗ്ലേഷ്യർ ലേക്സ്, ടെക്ടോണിക് ലേക്സ്. ഇവിടുത്തെ ഈ സൈസ്മിക്കലി ആക്ടിവിറ്റി മൂലം 2 സൈഡും ഉയരുകയും ഒരു നടുക്ക് ഭാഗം താഴുന്നതിൻ്റെ പകരമായിട്ട് തടാകങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ
ഈ ഹിമാനികൾ വന്ന് അടിഞ്ഞ് ചില പ്രദേശങ്ങൾ താഴ്ന്നു പോയിട്ട് അവിടെ തടാകങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കാലക്രമേണ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ മെൽറ്റായിട്ട് ഒരു വലിയ ഒരു ജലസംഭരണി ഉണ്ടാകും. ഇത്തരം അവലാഞ്ചസ് വന്ന് വീഴുമ്പം ഇതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റ് ഗ്ലോഫ് എന്ന് പറയും. ആ ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ശരി, അരമണിക്കൂർ കൊണ്ടാണ് നദിയിലെ ജലനിരപ്പ് 7 മുതൽ 9 മീറ്റർ വരെ ഉയർന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഞാനൊന്ന് വിനോദിലേക്ക് പോവുകയാണ്. നേപ്പാളിൽ കുടുങ്ങിയ മലയാളിയാണ്. വിനോദ്, കേൾക്കാമോ? വിനോദ് ഇപ്പോൾ സുരക്ഷിതനായിരിക്കുകയാണ്. എവിടെയാണ് വിനോദ് ഉള്ളത്? ഞങ്ങളിപ്പോൾ പൊക്കാറയിലാണുള്ളത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നമ്മളിപ്പോ ഇവിടെ സുരക്ഷിതരാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ താമസിക്കുന്ന ഹോട്ടലിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് കാലത്ത് കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്യാനിരുന്ന ആൾക്കാരായിരുന്നു. 47 പേരടങ്ങുന്ന സംഘമായിരുന്നു. കോഴിക്കോട് നിന്ന് വന്നവരാണ് ഞങ്ങള്. ശരി, നിങ്ങൾ 47 പേരുണ്ട് അല്ലേ? അതെ. അപ്പോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് തെറ്റാണ്. ഈ പറയുന്ന 33 മലയാളികൾ എന്നുള്ള തെറ്റാണ്. നിങ്ങൾ ഒരു സംഘം തന്നെ 43 പേരുണ്ട്. ഞങ്ങളൊരു സംഘം 47 പേരില് ഞങ്ങൾ 5 സ്റ്റാഫും ബാക്കിയുള്ളത് യാത്ര പാസഞ്ചറുമാണ്. മലയാളികളാണ്? എല്ലാവരും മലയാളികളാണ്, കോഴിക്കോടുകാരാണ്. 3 പേരാണ് വയനാട്ടിലുള്ളത്. ശരി, നിങ്ങൾ എല്ലാവരും ഇപ്പം അങ്ങ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ഉള്ളത്? അതെ. ഞങ്ങള് 21-ാം തീയതി കോഴിക്കോട് നിന്ന് പുറപ്പെട്ടതാണ്. 22-ാം തീയതി ഞങ്ങൾ ഇവിടെ എത്തി, ഗോരഖ്പൂരിലെത്തി. അവിടുന്ന് റോഡ് മാർഗമാണ് ഞങ്ങളിപ്പം പൊക്കാറയിലെത്തിയത്. പൊക്കാറയിലെത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസമാണ്. ഇന്ന് ഞങ്ങൾ കാലത്ത് കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടതായിരുന്നു. ഈ വേറെ ഏതെങ്കിലും സംഘങ്ങളെ അങ്ങ് ഈ വഴിയിൽ കണ്ടിരുന്നു? അപ്പോൾ ഈ വിവരം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ യാത്ര വേണ്ടെന്ന് വെച്ചതാണ് അല്ലേ? അല്ല, ഞങ്ങൾ ഇന്നലെ ഓണമൊക്കെ അല്ലായിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ലോക്കൽ സൈസിന് പോയതായിരുന്നു ഇവിടുന്ന്. അപ്പൊ ഇവിടുന്ന് ലോക്കൽ സൈസിന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പുറത്തിറങ്ങിയ ഇവിടെ ഫോൺ ആർക്കും കിട്ടില്ലല്ലോ. അപ്പൊ ഈ ഹോട്ടലിൽ എത്തുമ്പോൾ വൈഫൈ ഉപയോഗിച്ച് ഫോൺ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത് തന്നെ. രാവിലെ 9 മണിക്ക് നടക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത് 2:30 മണിയോട് കൂടിയാണ്. നിങ്ങളുള്ള മേഖലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മഴയുമില്ല? ഞങ്ങൾ നിൽക്കുന്ന ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇന്ന് മഴയൊന്നുമില്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ സുരക്ഷിതരാണ്. ഞങ്ങളിൽ നിന്ന് 47 ആൾക്കാരും സുരക്ഷിതരാണ്. ശരി, നിങ്ങളുടെ സംഘം 47 പേര്. ഇപ്പം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് 33 പേരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ. നോർക്ക സിഇഒ നമ്മളൊപ്പം ഉണ്ട്. വിനോദിന് വേണമെങ്കിൽ നിങ്ങളൊരു ആശങ്ക പറയാം. എന്ത് സഹായമാണ് ഈ ഘട്ടത്തിൽ വേണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. എന്താണ് ഇപ്പോൾ നിങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടുന്നത്? എന്താണ് നിങ്ങൾക്ക് മടങ്ങാനുള്ള സഹായം അല്ലേ? വിനോദ്, ഞാൻ പറയുന്ന വിനോദ് കേൾക്കാമല്ലോ. ശ്രീ രാജേഷ് മാധവൻ സംസാരിക്കുന്നുണ്ട്. വിനോദ്, നിങ്ങളുള്ള സ്ഥലം, ആ പേര് ഒന്നുകൂടെ പറയാമോ? സാർ, ഞങ്ങളുള്ളത് പൊക്കറയിലാണ്. പൊക്കറയില് ഹോട്ടലിൽ താമസിക്കുകയാണ് ഇപ്പോൾ. പൊക്ര? അതെ, പൊക്കറ. ഓക്കെ, ഒരു വിവരം കൂടി വേണം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിന് മുൻപ് തന്നെ നിങ്ങൾ സേഫ് സിറ്റുവേഷനിലായതുകൊണ്ട് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുമല്ലോ. ഈ 47 പേരുടെ സംഘം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫാമിലിയായിട്ട് സംസാരിച്ചുകൊണ്ട് അവർക്ക് ഒരു ആശങ്ക ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കോൾ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഫാമിലി ഓൾറെഡി അവെയർ ആയിരുന്നു നിങ്ങൾ സേഫ് ആണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൾ വരാത്തത്. ഒരു ഡെസ്കിൽ ഞങ്ങൾ 4 ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു. ഈ 4ലും ഈ ഒരു സംഘത്തെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രസ് കോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് നേരത്തെ തന്നെ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നാട്ടിലുള്ളവരെയോ. അതുകൊണ്ടാണ് ആ വിവരം, ആ ഒരു ഡിസ്ട്രസ് കോൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ പറയുവിനോ, ഞങ്ങൾ ഇന്നലെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ ഇവിടുന്ന് യാത്ര തിരിക്കാം, റോഡ് ഓപ്പൺ ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് പറയുന്നത് മൻകാമന ക്ഷേത്രം മുതൽ കാഠ്മണ്ഡു വരെയുള്ള റോഡ് ക്ലോസ്ഡ് ആണ്, യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇന്ന് ഓൾറെഡി കാഠ്മണ്ഡുവിൽ നല്ല ആൾക്കാരായിരുന്നു. നിലവിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും അവിടെ ഞങ്ങൾ ഇന്ന് വീണ്ടും ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്യുകയുണ്ടായി. അവിടെ നിങ്ങൾക്ക് എത്ര ദിവസം തുടരാൻ പറ്റും? അതൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഈ സാഹചര്യം മാറുന്നവരെ നിങ്ങൾക്ക് തുടരാമല്ലോ അല്ലേ? ഇല്ല മേഡം, ഞങ്ങൾ ഇപ്പൊ കിട്ടിയ വിവരം അനുസരിച്ച് നാളെ രാവിലെ ഓപ്പൺ ആവുന്നതാണ്, റോഡ് ഓപ്പൺ ആവുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇപ്പോൾ. അപ്പോൾ അത് സാറ് കൂടി ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അനുസരിച്ച് നാളെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമായിരുന്നു. ശ്രീ രാജേഷ്, എന്താണ് ഇവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇല്ല,
സ്മൃതി, മുൻകാലങ്ങളിലും നോർക്ക റൂട്ട്സ് ഇതുപോലെ നമുക്ക് ഞങ്ങളുടെ ഒരു മെയിൻ ആക്ടിവിറ്റിയിലൊന്ന് ഇതുപോലെ എമർജൻസി റിപ്പാട്രിയേഷൻ ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ്, മെയിൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് ഈ വിഷയത്തിലും ഈ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എമർജൻസി റിപ്പാട്രിയേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ MEA ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തുന്നവരെ കേരളത്തിൽ അവരുടെ റെസിഡൻസ് വരെയുള്ള ട്രാവൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസറുണ്ട്, ശ്രീ ഷാജിമോനാണ് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഡൽഹിയിൽ എത്തുന്ന മുറയ്ക്ക് ഈ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ ട്രാവൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് തടസ്സമില്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ല ഇപ്പോൾ വിനോദ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൂടെ അങ്ങനെ ശ്രീ രാജേഷ്, വിനോദ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ എംബസിയുമായി ബന്ധപ്പെട്ട ശേഷം തീരുമാനം എടുക്കുക എന്നുള്ളതാണോ? സ്മൃതി, അതായത് അവർക്ക് പറയാം വിനോദ്. അതായത് സ്മൃതി, ഇവർക്കൊരു മൊബിലിറ്റി ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്. എന്നുവെച്ചാൽ ഇവർക്ക് മൂവ് ചെയ്ത് ഒരു എയർപോർട്ടിലോ എവിടെയെങ്കിലും എത്തിയാലല്ലേ നമുക്ക് ഇവർ ഇന്ത്യയിലേക്കുള്ള ഒരു ട്രാവൽ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നാളെ രാവിലെ റോഡ് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് വരും എന്നാണ് ഇവർക്ക് കിട്ടിയ വിവരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഡൽഹിയിൽ എത്തിയ ശേഷം നമ്മളുടെ നോർക്കയിലെ ഡെവലപ്മെൻറ്റ് ഓഫീസറെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ആ കാര്യത്തിൽ നമ്മൾ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ട്രാവൽ ചെയ്ത് വരുന്നവരെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സോ സ്റ്റേയോ മറ്റു കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരി, വിനോദിന് ഞാൻ ശ്രീ രാജേഷിൽ നിന്ന് ആ നമ്പറുകളൊക്കെ സംഘടിപ്പിച്ച ഈ ചർച്ചയ്ക്ക് ശേഷം തരാം. വിനോദ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഈ എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട് ഈ പൊഖ്രയിൽ നിന്നും? ഞങ്ങൾ കാഠ്മണ്ഡുവിലേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അവിടെ ഇന്നും നാളെ അവിടെ താമസം ഓൾറെഡി ബുക്ക് ചെയ്താണ് ഹോട്ടലിൽ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ 30-ാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഗോരഖ്പൂരിൽ നിന്ന് 30-ാം തീയതിയാണ് ഞങ്ങൾ റിട്ടേൺ ബാംഗ്ലൂർ വഴിയാണ് യാത്ര. ഫ്ലൈറ്റിലാണ് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശരി, അപ്പൊ കാഠ്മണ്ഡുവിൽ പോയി നിങ്ങൾക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കില്ലല്ലോ, അവിടെ തന്നെ തുടരേണ്ടി വരും അല്ലേ? അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് നാളെ യാത്ര കാഠ്മണ്ഡുവിലേക്ക് പോകാൻ പറ്റുവാണെന്ന് അറിയേണ്ടത്. അക്കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത് ശ്രീ രാജേഷ്. അതെ, നാളെ കാഠ്മണ്ഡു വഴി നമുക്ക് ഭൈരവാൽ എത്തി. ഭൈരവാലാണ് നേപ്പാളിന്റെ ബോർഡർ വരുന്നത്. നാളെ റോഡ് തുറക്കും, നാളെ റോഡ് ഓപ്പൺ ആവും നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ലൊക്കേഷന് കിട്ടിയ വിവരമാണിത്. അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അല്ലേ ശ്രീ രാജേഷ്? അതായത് ആർമിയുടെ അതോറിറ്റിയുടെ കിട്ടുന്ന നമ്മുടെ ഇവിടെ ടവർ ഓപ്പറേറ്റർ ഉണ്ട്, അവർ തന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രീ രാജേഷ്, അങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ എംബസിയുമായി ബന്ധപ്പെടുകയാണോ അവർ ചെയ്യേണ്ടത്? അല്ല, തീർച്ചയായിട്ടും. കാര്യം അവിടെ നേപ്പാളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പേഴ്സ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. റെസ്ക്യൂ മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എംബസി മുഖേന ഇവർക്കൊരു സപ്പോർട്ട് കിട്ടും. അതിനുശേഷം ഇന്ത്യയിൽ എത്തിയ ശേഷമാണെങ്കിലും നോർക്കയുടെ മറ്റ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് തടസ്സമില്ല. നിലവിൽ ഇവർക്ക് ട്രാവൽ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് പൂർത്തിയായാൽ മാത്രമേ ഇവർക്ക് എയർപോർട്ടിലേക്ക് എത്തുകയും ഇവർക്ക് ഓൾറെഡി ഇവർ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഓൾറെഡി പ്ലാൻ ഫൈനലൈസ്ഡ് ആണ് ഇവർക്കുള്ള തിരിച്ചുള്ള യാത്ര. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആ യാത്ര എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത് അവിടെയുള്ളൊരു ഗ്രൗണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും. അതോറിറ്റീസ് പറയുന്ന അനുസരിച്ച് മാത്രമേ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഇവർ മൂവ് ചെയ്ത് ഇന്ത്യയിൽ എത്തുന്ന മുറയ്ക്ക് ബാക്കി സപ്പോർട്ട് നോർക്കയുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റും. കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ പി വിജയകുമാറിലേക്കാണ്. ശ്രീ വിജയകുമാർ, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഹിമാനികൾ ഉരുകിയാൽ ഉണ്ടാകുന്ന വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉരുകിക്കഴിഞ്ഞാലാകട്ടെ വലിയ വരൾച്ച ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രതിഭാസത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥ മാറ്റവും അല്ലെങ്കിൽ ആഗോളതാപനം ഇതിനകത്ത് വലിയ ഒരു പങ്കുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് എത്രമാത്രം കാലാവസ്ഥ മാറ്റം അല്ലെങ്കിൽ ആഗോളതാപനം കാരണമായിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങളിലൂടെ തന്നെ അറിയേണ്ടതാണ്. പക്ഷേ പൊതുവേ നിലവിലുള്ള അറിവ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഈ ആഗോള താപനം സംഭവിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ 3-ാം ധ്രുവം എന്നറിയപ്പെടുന്ന ഹിമാലയൻ മേഖല പ്രത്യേകിച്ച് അതിദ്രുതം ചൂട് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഗ്ലേഷ്യേഴ്സിൻ്റെയൊക്കെ ഒരു 10-20 മീറ്ററിലധികം മുകൾ പാളി നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹിമാനികൾ അതായത് ഗ്ലേഷ്യേഴ്സ് താഴോട്ട് പതിക്കുന്നതും അതിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളവും മണ്ണും പാറക്കഷ്ണങ്ങളും എല്ലാം കൂടി ചെറിയ ചെറിയ ചിറകൾ, പ്രകൃതിദത്ത ചിറകൾ രൂപപ്പെടുന്നതാണ് ഈ
ഗ്ലേഷ്യർ ലേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഗ്ലേഷ്യർ ലേക്ക് പൊടുന്നനെ പൊട്ടുന്ന ഒരു സാഹചര്യം, അത് ഒരുപക്ഷെ ഭൂമികുലുക്കം കൊണ്ടാവാം, അതല്ലെങ്കിൽ ഈ പറയുന്ന ഹിമപാളി പൊടുന്നനെ പൊട്ടി ആ ഗ്ലേഷ്യറിലേക്ക് ആ ഗ്ലേഷ്യർ ലേക്കിലേക്ക് പതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അത്തരം സാഹചര്യം, അത്തരം ഇവൻറ്റ്സ് കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1980-കൾക്ക് മുമ്പ് ഒരു വർഷം ശരാശരി 4 അത്തരം ഗ്ലോഫ് ഇവൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 2000-ന് ശേഷം ഇങ്ങോട്ട് അതിൻ്റെ എണ്ണം ഇപ്പോൾ ഏകദേശം ശരാശരി 15ഓളം ആയി. അതായത് 3 ഇരട്ടിയോ അതിൽ കൂടുതലോ ഒരു 10-40 വർഷത്തിനകത്ത് ഈ ഗ്ലോഫ് ഇവൻറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത്തരം കൂടിയ എണ്ണം ഇത്തരം ഇവൻറ്റുകളും അതിനോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന താപനില, ആഗോള താപനവും രണ്ടും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് കാലാവസ്ഥ മാറ്റം തന്നെയാണ് ഇതിലെ നമ്പർ 1 ഒരു കാരണമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. കാലാവസ്ഥ മാറ്റം നമുക്ക് മഴയുടെ ഒരു പ്രശ്നമായിട്ടാണ് ഇവിടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്, മഴക്കുറവിൻ്റെ പ്രശ്നമായിട്ടാണ് മറ്റു പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നത്. പക്ഷേ മഞ്ഞുരുകുന്നതിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മുടെ ഹിമവൽ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലുള്ള അവലാഞ്ച് അല്ലെങ്കിൽ ഈ ഗ്ലേഷ്യർ ഒക്കെയുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. അത് ആഗോള താപനത്തിൻ്റെ ഭാഗമാണ്. അത് കാലാവസ്ഥയിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താപനിലയിൽ വന്നിട്ടുള്ള വർധനവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓരോ 0.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോഴും ഈ ഗ്ലോഫ് ഇവൻറ്റുകളുടെ എണ്ണം ഇരട്ടിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ഗ്ലോഫ് ഇവൻറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പൊടുന്നനെ ഈ ഗ്ലേഷ്യർ ലേക്ക് പൊട്ടുക എന്ന് പറയുന്ന സാഹചര്യം. അത്തരം 2500ഓളം ലേക്കുകൾ ഉള്ളതായിട്ട് ISROയുടെ പഠനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഹിമവൽ പ്രദേശത്ത് മാത്രം, അതായത് ഹിമാലയൻ മേഖലയിൽ മാത്രം നമുക്ക് 2500ഓളം അപകടാവസ്ഥയിലുള്ള ഏത് നിമിഷവും പൊട്ടാവുന്ന തരത്തിലുള്ള ലേക്കുകളുണ്ട്. ഈ ലേക്കുകൾക്ക് ഒരു ചെറിയ ട്രിഗറിങ് മതി. കാരണം ഇത് പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഒഴുകി വരുന്ന മണ്ണും ഡെബ്രീസും മരക്കൊമ്പുകളും എല്ലാം കൂടിയിട്ടുള്ള ഒരു ചെറിയ, അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ലീക്കാവും, പിന്നെ ഓവർഫ്ലോ ചെയ്യും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം, ഒരു ചെറിയ ഭൂചലനമോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ ഐസ് കട്ട പൊട്ടി അതിലേക്ക് വീഴുന്ന സാഹചര്യമോ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ അത് ഔട്ട് ബേസ്റ്റ് ചെയ്യും. അപ്പോൾ ക്യൂബിക്സ് ഓഫ് വാട്ടറാണ് അതിനകത്ത് ഒറ്റ നിമിഷം കൊണ്ട് താഴേക്ക് പതിക്കുന്നത്. ഈ ഇവന്റിന് ഇപ്പം നടന്നിട്ടുള്ള ഇവന്റിന് നിദാനമായിട്ടുള്ള സംഭവം ഒരു 5000 മീറ്റർ ഉയരത്തിലാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഡെബ്രി ഫ്ലോ താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ ആൾനാശവും വസ്തുനാശവും സംഭവിക്കുന്നത് ഏകദേശം 2500 മുതൽ 1000 മീറ്റർ ഉയരത്തിലാണ്. അതായത് ഒരു 2.5 കിലോമീറ്റർ സ്റ്റീപ്പായിട്ടുള്ള വഴിയിൽ ഇത് കുത്തനെ താഴേക്ക് പതിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എത്രമാത്രം ഡെബ്രീസ് അതിൻ്റെ കൂടെ ഒഴുകി വരുന്നുണ്ട്, എത്രമാത്രം ശക്തിയായിരിക്കും ആ വരുന്ന വെള്ളത്തിന്, ആ വെള്ളത്തിൻ്റെ കൂടെയുള്ള പാറക്കഷ്ണത്തിനും എല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നത്. പക്ഷേ ഇത് അരമണിക്കൂർ കൊണ്ട് വെള്ളം ഉയർന്നു 9 മീറ്റർ എന്ന് പറയുമ്പോഴും ഈ മുകളിൽ ഈ സംഭവം ഉണ്ടായിട്ട് താഴേക്ക് ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് വരെയുള്ള മൊത്തം സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാനും മണിക്കൂറുകളായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവാം എന്ന് വരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഇന്ന് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് കുറേയും കൂടി അതാണ് മോണിറ്ററിംഗ് സംവിധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ് സാധിക്കുമായിരിക്കും. അതെ, ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇതിനു മുമ്പ് സമാനമായ സാഹചര്യം സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായതുകൊണ്ട് മരണം സംഖ്യ 33 ചുരുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിൽ ഇതിനു മുമ്പ് 2024 ഇത്രയും വലിയ ആഘാതത്തിലല്ലെങ്കിലും ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് സംവിധാനം അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ ചെലവേറിയതാണ്. നേപ്പാൾ പോലെയുള്ള ഒരു രാജ്യത്തിന് അത് താങ്ങാൻ പറ്റുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി. നേപ്പാൾ പലതരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ഒരു ചെറു രാജ്യമാണ്, നമ്മുടെ അയൽ രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുമ്പോൾ. നമ്മുടെ അതിർത്തി പങ്കിടുന്ന, നമ്മളെ കൂടി ബാധിക്കുന്ന ഈ ഹിമാലയൻ മേഖലകളുള്ള സ്ഥലം കൂടിയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതോടൊപ്പം ഈ നിരീക്ഷണ സംവിധാനം നേപ്പാളിന് നൽകാൻ വേണ്ടി ഒരു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ധനസഹായം ഒക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നത്, അത് കിട്ടിയിട്ടില്ല എന്ന് വേണം അല്ലേ മനസ്സിലാക്കാൻ? സ്മൃതി, ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നേപ്പാൾ എന്ന ഹിമാലയൻ പർവ്വത രാജ്യം. അപ്പോൾ നമുക്കറിയാമല്ലോ,
ഈ ഹിമാലയാസ് തന്നെ ലോകത്തെ ഏറ്റവും പരിസ്ഥിതി ലോല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ്. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതങ്ങളുള്ള നിരയാണ്. അപ്പോൾ ഇത് തന്നെ ഒരു ടെക്ടോണിക് പ്ലേറ്റ് ഷിഫ്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ കോണ്ടിനെൻ്റൽ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും സംയോജിച്ചുണ്ടായ, അങ്ങനെ ഉയർന്നുണ്ടായ ഹിമാലയം വളരെ ഫ്രജൈലാണ്. അപ്പോൾ ആ ഫ്രജൈൽ മേഖലയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്ന ഗണത്തിലേക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ എഴുതി തള്ളും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ജിയോളജിക്കൽ ആംഗിൾ നമ്മൾ പരിശോധിച്ചു, അതുപോലെ തന്നെ എൻവയൺമെൻറ്റൽ കാലാവസ്ഥാപരമായ ആംഗിൾ പരിശോധിച്ചു, അതിൻ്റെ ഹ്യൂമൻ ട്രാജഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കോസ്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആണ്, അത് നമ്മൾ പരിശോധിച്ചു. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ രാജ്യാന്തര മേൽനോട്ടം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇത് മാനവരാശിയുടെ വിഷയമാണ്. നേപ്പാളിലെ കുറേ പേര് മരിച്ചു, അല്ലെങ്കിൽ കുറേ സഞ്ചാരികൾ ഈ മാനസരോവർ കാണാനായി അല്ലെങ്കിൽ കൈലാസ മാനസരോവർ യാത്രയിൽ ഏർപ്പെട്ടിരുന്നവർ മരിച്ചു എന്ന രീതിയിൽ ചരിത്രത്തിൽ ഇത് എഴുതി തള്ളേണ്ട ഒരു കാര്യമല്ല. വാട്ട് ക്യാൻ വി ആക്ച്വലി ഡു ടു പ്രിവെൻറ്റ് സച്ച് കൈൻഡ് ഓഫ് കാറ്റസ്ട്രോഫി ഇൻ ദ ഫ്യൂച്ചർ, ഇതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ കാര്യം സ്മൃതി ഓർമ്മിപ്പിച്ചു. അതുപോലെ പല ദുരന്തമുഖങ്ങളിലും മുൻകൂട്ടി അറിയിപ്പ് ഉണ്ടാകേണ്ടതാണ്. ഇത് അറിയിപ്പിൻ്റെ മാത്രം വിഷയമല്ല, ഇവിടെ ഇതൊരു രാഷ്ട്രാന്തര ഇവൻ്റാണ്. ഞാനൊരു അന്താരാഷ്ട്ര നിരീക്ഷകൻ എന്ന നിലയിലാണ് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ, ഈ ദുരന്തത്തിന് ഒരു രാഷ്ട്രാന്തര മുഖം കൂടിയുണ്ട് സ്മൃതി. ഇതിൻ്റെ പ്രഭവ സ്ഥാനം ഗെയ്റോങ് മേഖലയാണ്. അത് ചൈനയിലാണ്, ടിബറ്റാണ്. ചൈനീസ് അധിനിവേശമുള്ള ചൈനീസ് പ്രദേശമായ ടിബറ്റിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണ്, പടിഞ്ഞാറൻ ടിബറ്റിൻ്റെ തെക്ക് ഭാഗം. ആ ഭാഗമാണ് ഈ നേപ്പാളിൻ്റെ വടക്ക് ഭാഗവുമായി യോജിക്കുന്ന ആ മലനിരകളാണ്. അവിടുത്തെ ഒരു ഗ്ലേസിയർ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം വീതിയുള്ള, 1/2 ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ മഞ്ഞുകട്ട അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ഒരു ഫോളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് 1.5-2 കിലോമീറ്ററോളം നേരെ കുത്തനെ താഴേക്ക് പതിക്കുകയാണ്. ഗ്ലേഷ്യർ ലേക്ക് ഫോർമേഷൻ, അതുകൊണ്ടാണ് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ് എന്നാണല്ലോ ഇതിന് പറയുക. GLOF എന്നാണല്ലോ ഇതിന് പൊതുവെ പറയുന്ന പേര്. അപ്പോൾ ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ നോക്കൂ, വളരെ ഭീതിതമായ രീതിയിലാണ് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ്, അത് ടിബറ്റിലും പിന്നെ നേപ്പാളിലും ഇന്ത്യയിലുമുള്ള ഹിമാലയൻ റേഞ്ചസിലെ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ ഉരുകി ഒലിക്കുന്നത്. മറ്റിടങ്ങളിലെ സ്വിറ്റ്സർലൻഡിലെയോ അല്ലെങ്കിൽ ആർട്ടിക് മേഖലയിലെയോ ഒക്കെയുള്ള ഹിമാനികൾ ഉരുകി നഷ്ടപ്പെടുന്നതിനേക്കാൾ 50% വേഗതയിലാണ് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിൻ്റെ ഒരു പതനം. അത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് സംഭവിക്കുന്നതാണ്. 2 പ്രധാനപ്പെട്ട കാർബൺ എമിറ്റേഴ്സ്, അത് ഇന്ത്യയും ചൈനയുമാണ്, വ്യാവസായിക രാജ്യങ്ങൾ കൂടിയാണ്, ഉത്പാദനം ഉണ്ട്. തീർച്ചയായും കാർബൺ എമിഷൻ എവിടെയുണ്ട്. അതൊരു ഗ്ലോബൽ കൺസേൺ തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ് ഒരു ഗ്ലോബൽ കൺസേൺ ആണ്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് കൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതൊരു ലാർജർ ഇഷ്യൂ ആണ്. പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക്കും മൈന്യൂട്ടുമായ ഒരു ഇഷ്യൂ ഇതിനകത്ത് അന്തർലീനമാണ്. ചൈനയുടെ ഭാഗത്ത് ടിബറ്റിൻ്റെ തെക്കൻ ഭാഗങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ടിബറ്റിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ വൻതോതിലുള്ള കൺസ്ട്രക്ഷൻസാണ്. ഡാം, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന രൂപത്തിൽ 100 കണക്കിന് ചെറുതും വലുതുമായ തടയണകളും ഡാമുകളും കൺസ്ട്രക്ട് ചെയ്യുന്നു. അതുപോലെ ഈസ്റ്റേൺ ടിബറ്റ്, നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ നേരെ മുകൾ ഭാഗത്തുള്ള വടക്കുള്ള ആ ഭാഗത്തെ പല നദികളുടെയും ഗതി തിരിച്ചു വിട്ടുകൊണ്ട് വൻതോതിലുള്ള കൺസ്ട്രക്ഷൻ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്, പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. ചൈനയിലാണ്, ടിബറ്റിലാണ്. ഇതൊക്കെ ഇന്ത്യയുടെ നേരെ മുകളിൽ, നേരെ നോർത്തായി ഉള്ള ജല ബോംബുകളാണ് എന്നോർക്കണം. ഈ ഡാമുകൾ ചെലുത്തുന്ന മർദ്ദം വളരെ ഭീമമായ മർദ്ദമാണ്. പൊതുവെ ദുർബലമായ പരിസ്ഥിതി, ദുർബലമായ ഫ്രജൈൽ സോണായ ഹിമാലയ സാനുകളിൽ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ 4000-5000-ഓളം ചെറുതും വലുതുമായ ഗ്ലേഷ്യൽ ലേക്സ് എവിടെയുണ്ട്. അതേക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആർട്ടിഫിഷ്യലായി അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ലേക്സ് രൂപപ്പെടുകയാണ്. അങ്ങനെ ഒരു ലേക്ക് പെട്ടെന്ന് രൂപപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം. ആ ലേക്കിൻ്റെ ഔട്ട്ബേഴ്സ്റ്റാണ് ഈ ഘോസി നദിയിലൂടെ വരികയും അത് പിന്നെ ടിബറ്റിൻ്റെ ഭാഗത്ത്, അതായത് നേപ്പാളിൻ്റെ ഭാഗത്ത് വരുമ്പോൾ തൃശ്ശൂൽ നദിയായി വരുന്നു. ഇവർ ബീഹാറിലേക്കും ഒക്കെ കയറുമ്പോൾ അത് ത്രിവേണി നദിയായി മാറുന്നു. ഇതിലേക്കൂടെ പോകുന്ന ജലം മാത്രമല്ലല്ലോ, കല്ല്, കട്ട, ഡെബ്രി, ഐസ് കട്ടകൾ എല്ലാം ചേർന്നുകൊണ്ട് ദ്രുതഗതിയിൽ ഒരു റെസിസ്റ്റൻസും ഇല്ലാത്ത രീതിയിൽ കെട്ടിടങ്ങളെയും
എന്തിന് ഇവിടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അപകടം നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് സെൻ്ററാണ്. അപ്പോൾ ചൈനയിലേക്ക് പോകാൻ, ടിബറ്റിലേക്ക് പോകാനും നേപ്പാളിൽ നിന്നും മറ്റു പലയിടത്തേക്കും പോകാനുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ സെൻ്ററാണ് ഏതാണ്ട് പൂർണ്ണമായി. അവിടെയാണ് ഏറ്റവും അധികം ആൾനാശമുണ്ടായത് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നോക്കൂ, ഈ ഹിമാലയസ് പോകരുത് എന്ന് പറയാൻ സാധിക്കുമോ? അത് മതപരമായ സിഗ്നിഫിക്കൻസ് ഇല്ലേ? കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇല്ലേ? മാനസരോവർ തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഭാരതീയൻ്റെ അവകാശമല്ലേ? അത് ഭാരതത്തിലല്ല, അത് ചൈനയുടെ ടെറിട്ടറിയിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ അക്കാര്യത്തിൽ ചില ധാരണകളുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രോട്ടോക്കോളുകളുണ്ട്, ധാരണകളുണ്ട്. നേപ്പാൾ അതിൻ്റെ ഒരു ട്രാൻസിറ്റ് പോയിന്റാണ്. തീർച്ചയായും നേപ്പാൾ വഴിയാണ് പലപ്പോഴും അങ്ങോട്ട് കടക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ രാഷ്ട്രാന്തരമായ സഹകരണം വേണം. ഏർലി വാർണിംഗ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ക്രോഡീകരണം ഉണ്ടാകണം. അതുകൊണ്ട് ഇതൊരു മാൻമെയ്ഡ് കാറ്റസ്ട്രോഫി മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ രാഷ്ട്രാന്തര രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. മുൻകൂട്ടി ഇതറിയിക്കാൻ, യാത്രാപഥങ്ങൾ ഉൾപ്പെടെ മുൻകൂട്ടി അറിയിക്കാനും, വാസസ്ഥലങ്ങൾ നദീതീരത്ത് നിന്നും വളരെ മാറി, അത് ഡേഞ്ചർ സോണിൽ നിന്നും മാറി, ഇതൊക്കെ ഹിമപാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അവലാഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ രീതിയിൽ എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കണം. പരിസ്ഥിതി ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വികസനത്തിൻ്റെ മറവിലും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ മറവിലും ഒക്കെയുള്ള കാര്യങ്ങൾ മാറ്റുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലാർജർ ഇഷ്യൂവായി പരിഗണിക്കേണ്ട വിഷയം. നേപ്പാൾ മാത്രം ആലോചിക്കേണ്ട കാര്യവുമല്ല എന്നുള്ളതാണ് അങ്ങ് ചൂണ്ടി. ഡോക്ടർ സുനിൽ പി എസിലേക്കാണ്. ഡോക്ടർ സുനിൽ, ഇപ്പോൾ ഈ നമ്മുടെ ഹിമാലയൻ മേഖല എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു ചോദ്യം ഇത് ഉയർത്തുന്നില്ല. ഇപ്പോൾ നേപ്പാളിലെ ഈ ഭോട്ടെ കോശി നദിയിലെ പ്രളയം, നേരത്തെ ഉത്തരാഖണ്ഡിൽ ഋഷിഗംഗയിൽ 2021 സംഭവം, ധരാലിൽ 2025 സംഭവം, ഇതൊക്കെ തന്നെയും ഈ പുതിയ തരത്തിലൊരു പ്രകൃതി ദുരന്ത ഭീഷണിയാണോ ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് വലിയ മഴയൊന്നും ഉണ്ടാകുന്നില്ല, പ്രളയം ഉണ്ടാകുന്നില്ല, അതിന് ഈ ശക്തമായ മഴയും മേഘവിസ്ഫോടനം ഒന്നും ഉണ്ടാകാതെ ഹിമാനികൾ വന്ന് പതിക്കുന്നത് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ. ഹലോ, നമ്മളിപ്പം ഈ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഇവിടുത്തെ ഇപ്പം ഈ പറഞ്ഞ പോലെ മഴയില്ലെങ്കിൽ പോലും, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം ശ്രീ സുനിൽ. ഓക്കെ. അപ്പം ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും ഒരു മെയിൻ നമ്മുടെ ഈ ഹിമാലയം സൈസ്മിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള റീജിയനാണ്. സൈസ്മിക് സോണേഷൻ മാപ്പിൽ 5 ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം ഇവിടെ മഴയില്ലെങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള പ്രകമ്പനങ്ങൾ അഥവാ ട്രിമേഴ്സ് ഉണ്ടായെങ്കിൽ പോലും ഇത്തരം സ്ലോപ്പ് ഒരു 45 ഡിഗ്രിക്ക് കൂടുതലാണ് ഇവിടുത്തെ മിക്ക ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളുടെയും ചരിവെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇതുപോലത്തെ ഹിമാനികൾ അല്ലെങ്കിൽ ഹിമപാതങ്ങൾ, അവലാഞ്ചസ് ഉണ്ടാകാനുള്ള ഗ്ലേഷ്യേഴ്സ് ഇടിഞ്ഞ് നീങ്ങി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഇതിൽ ഇങ്ങനെ വരാനുള്ള കാരണം കാലാവസ്ഥയായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെയൊക്കെ കൂടുതലും വെതറിങ് സംഭവിച്ച റോക്കുകളാണ് ഏറ്റവും അതിൻ്റെ പ്രതലങ്ങളിലുള്ളത്. ഇതിന് മുകളിലാണ് ഈ മഞ്ഞ് വന്ന് വീണ് അവിടുത്തെ ഈ വെതേർഡ് റോക്സും അതുപോലെ തന്നെ പാറകളും മണ്ണും എല്ലാം കൂടിക്കൊഴിഞ്ഞ് പെർമാഫോസ്റ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസം അവിടെ. കാരണം ഇതിനെ ഈ ഐസിനെയും പിന്നെ ഗ്ലേഷ്യർ ഘടകമാണ് ടെമ്പറേച്ചർ. അപ്പോൾ സാധാരണ ഇത്തരം മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ഇതിനെ ഈ മണ്ണിനെയും പാറയെയും അതുപോലെ തന്നെ അവിടുത്തെ ബേസ്മെൻ്റായിട്ട് ബെഡ്റൂക്കെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐസ് ഉരുകി ഇതിനെ ഇവിടുന്ന് വിടുവിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളുണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്ത് ഇത്തരം അവലാഞ്ചസ് അല്ലെങ്കിൽ ഹിമപാതങ്ങളുണ്ടാകാം. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞാൽ പോലും ഇപ്പം സമ്മറാണല്ലോ, കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പും എല്ലാം പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മണ്ണും പാറയും കൂടിക്കൊഴിഞ്ഞ് പെർമാഫോസിനെ ബെഡ്റോക്കിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള വളരെ സാധ്യത കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ഈ വരുന്ന ചെറിയൊരു തുടക്കം ഒരു പക്ഷേങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ട്രിഗറിങ് പോയിൻറ്റ്സ് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പോലെ ലാൻഡ് സ്ലൈഡ് പോലെ ട്രിഗറിങ് പോയിൻറ്റ്സിൽ ചെറിയൊരു മേഖലയിലാണ് സംഭവിക്കുമെങ്കിലും ഇത് വന്ന് പതിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്ന്. ഇപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 5200 മീറ്ററാണ്. എന്നാൽ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2000 ആണ് നമ്മുടെ അവിടുത്തെ ശരാശരി നിരക്ക്. അപ്പം ഇത്തരം 5000 മീറ്റർ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് ഇത് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്ത് വന്ന് പതിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ താഴേക്ക് എത്തിച്ചേരുമ്പോൾ താഴെയുള്ള പിന്നെ ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ വില്ലേജുകളിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ഗ്ലേഷ്യർ ലേക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ഒരു ട്രിഗറിങ് തുടങ്ങി ഈ പറയുന്ന പാറയും
പിന്നെ മഞ്ഞ് കണങ്ങളും അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഇത്ര ഇത് വരുമ്പോൾ ഈ പറഞ്ഞ US ജിയോളജിക്കൽ സർവേ ഇപ്പോൾ രണ്ടാമത് അവർ തിരുത്തി പറഞ്ഞിരിക്കുന്ന ഒരു 4.8 അല്ലെങ്കിൽ 9 ഇതിന് തുല്യമായിട്ടുള്ള തീവ്രതയുള്ള സൈസ്മിക് തരംഗങ്ങൾ അല്ലെങ്കിൽ സൈസ്മിക് വേവ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇത്തരം ആക്കമുണ്ടെങ്കിൽ, ഇത്ര ഹൈറ്റിലുണ്ടെങ്കിൽ നമുക്ക് അതിനറിയാം എത്രത്തോളം അതിൻ്റെ തീവ്രതയാണെന്ന്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വന്ന് ഈ പറയുന്ന തടാകങ്ങൾ ഒത്തിരി എണ്ണമുണ്ട്, അതിലേക്ക് വന്ന് പതിക്കുന്നു. അവിടുത്തെ ഗ്ലേഷ്യേഴ്സ്, ലേക്സ് ഔട്ട് ബേസ്റ്റ് ആകുന്നു. അത് വീണ്ടും അതിനടുത്തേക്കുള്ള ഈ പറഞ്ഞ ലെൻഡെ ഒരു നദിയാന്ന് തോന്നുന്നു, അതിലേക്ക് എത്തുന്നു. അത് വീണ്ടും അവിടുന്ന് അതിൻ്റെ സഞ്ചാരം തുടങ്ങി കിലോമീറ്ററുകളിലേക്ക് താഴേക്ക് എത്തുമ്പോൾ അതിന് ചുറ്റുമുള്ള ഈ പറഞ്ഞിരിക്കുന്ന പെർമാഫോസ് അല്ലെങ്കിൽ പാറയും മഞ്ഞും എല്ലാം ചേർന്ന് അടർത്തിയെടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു. അതിന് ചുറ്റുവട്ടം നിലനിൽക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ നമ്മുടെ ഇതിൽ വീഡിയോസിൽ കണ്ടതാണ്. വലിയ വലിയ പാലങ്ങൾ, അതിനെയൊക്കെ എത്ര ആയാസത്തോടു കൂടിയാണ് അതെല്ലാം തുടച്ചു നീക്കി പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് നടക്കുന്ന ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വളരെ വളരെ 10 മടങ്ങാണ് അവിടുത്തെ തീവ്രതയേറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ഒരു അവിടുത്തെ ജനജീവിതമായിട്ടും അല്ലെങ്കിൽ ഫ്യൂച്ചറസിന് ഇതിൻ്റെ വാണിങ്ങുമായിട്ടും, അതായത് ഇത്തരം ഗ്ലേഷ്യൽ ഔട്ട് ബേസ്റ്റിൻ്റെ വാണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇത്തരം മേഖലകളിൽ വളരെയധികം ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടുതലാണ് ഗവൺമെൻറ്. അത് അവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഹിമാലയൻ മേഖലകളിലേക്കും ഇത്തരം വാർണിംഗ് സിസ്റ്റങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഒരു വളരെയധികം കാര്യഗൗരവത്തോടുള്ള മേഖലയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പം നമുക്ക് ഇനി ഇതേപോലുള്ള കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന പ്രതിഭാസങ്ങളല്ല ഇത്. ചിലപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അതിൻ്റെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായും 2021, 2025 ഇപ്പോൾ 2026 എന്നുള്ളതാണ് അതിനിടയ്ക്കുള്ള ദൂരം കുറവാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഞാൻ ശ്രീ വിനോദിലേക്ക് പോകുന്നു. വിനോദ് ഇപ്പോൾ വിനോദിൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ വിനോദിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും അവരെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ കാര്യമാണല്ലോ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം. വിനോദ് ഇപ്പോൾ എന്താണ് വീട്ടുകാരോട് ഇപ്പോൾ എന്താണ് വിനോദിന് പറയാനുള്ളത്? ഇപ്പോൾ നമ്മളിലൂടെ പറയാമല്ലോ. തീർച്ചയായിട്ടും വീട്ടിലൊക്കെ വിളിച്ച് വിവരം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സേഫ് ആണല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് അറിയിച്ചിട്ടുണ്ട് അവരെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്രക്കാരും സുരക്ഷിതരാണ്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകാറുള്ളതാണോ സ്ഥിരമായിട്ട്? അതെ അതെ അതെ, യാത്ര ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. ഇത് നിങ്ങൾ സുഹൃത്തുക്കളുടെ സംഘമാണോ അതോ കുടുംബം തന്നെയാണോ? കുട്ടികളൊക്കെ ഉണ്ടോ ഈ യാത്രാ സംഘത്തിൽ? നമ്മളൊരു ട്രാവൽസ് ആണിത്, കോഴിക്കോടുള്ളത്. സൗത്ത് ഇന്ത്യൻ ഓൾഡേസ് എന്ന ട്രാവൽസ് ആണ്. ഞങ്ങളുടെ കൂടെയുള്ള 42 യാത്രക്കാരാണ് കൂടെയുള്ളത്. അത് പല പല ഫാമിലിയാണ്, കുടുംബക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 10 ദിവസത്തെ ടൂർ ആയിരുന്നു ഇത്. നേപ്പാളിലേക്ക് ആദ്യമാണല്ലേ? ഈ വരുന്ന ഗ്രൂപ്പ് നേപ്പാളിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. നിങ്ങൾ ഒരുവിധം സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണോ അത് സംഭവിച്ചിരിക്കുന്നത്? അല്ലല്ല, ഞങ്ങൾ ബാക്കി ഇന്ന് മുതൽ കാഠ്മണ്ഡു ഭാഗങ്ങളിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഓൾറെഡി 4 ദിവസമായി ഇവിടെ എത്തിയിട്ട്. ശരി, അപ്പോൾ നിങ്ങൾ 30-ാം തീയതി മടങ്ങാനാണ് ആലോചിക്കുന്നത്. എന്തായാലും നേരത്തെ നോർക്ക CEO പറഞ്ഞതുപോലെ എംബസിയുമായി ബന്ധപ്പെടൂ. റോഡ് മാർഗം പോകുന്നതിന് മുൻപ് തന്നെ ഒന്ന് ബന്ധപ്പെട്ട ശേഷം ഇറങ്ങുന്നതായിരിക്കും നല്ലെന്ന് തോന്നുന്നു. തീർച്ചയായും. ഞാൻ ഒന്നുകൂടി ശ്രീ മോഹൻ വർഗീസിലേക്ക് പോകുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഒന്ന് ചുരുക്കി പറയണം. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചും ആശങ്കപ്പെടുത്ത കാര്യമാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ലഡാക്കിൽ നിന്നാണ് തുടക്കം. ഒരു മിനിറ്റിൽ അങ്ങ് പറഞ്ഞു തീർക്കണം. ലഡാക്കിൽ നിന്നാണ് തുടക്കം. ഇപ്പോൾ ബീഹാറിലേക്കും ആശങ്കപ്പെടുത്തുന്നു. ബീഹാറിൽ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിൽ ഇന്ത്യ എടുക്കേണ്ട ഒരു സമീപനം? ചുരുക്കി ഇന്ത്യ എടുക്കുന്ന സമീപനം ഇന്ത്യയിൽ നിന്നാണ് നേപ്പാളിലേക്ക് ഒരു ചീപ്പ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ വലിയ ചിലവില്ലാതെ വിനോദയാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്രയൊക്കെ നടത്താവുന്ന ഒരു സ്ഥലമാണ് നേപ്പാൾ. അപ്പോൾ ഇന്ത്യൻ സഞ്ചാരികൾ പോകുന്നു, അത് ഇന്ത്യയുടെ ഒരു കൺസേൺ ആണ്. 2, ഇതൊരു ഈ ടോപ്പോഗ്രഫിക്കൽ ഒരു പ്രത്യേകത അനുസരിച്ച് ചൈനയുടെ ടിബറ്റിൽ നിന്ന് ഉദ്ഭവിക്കുകയും നേപ്പാളിലൂടെ ഒഴുകി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ബീഹാറും ഉത്തർപ്രദേശിലേക്കും പ്രവേശിക്കുന്ന നദികളുടെ അപ്പർ റൈപ്പേറിയൻ ഏരിയയിൽ നടക്കുന്ന ജിയോളജിക്കൽ ചേഞ്ചസ് ഫോർമേഷൻ, അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു
ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വേണ്ട രീതിയിലുള്ള മുൻകരുതൽ എടുക്കാനും വാർണിംഗ് നൽകാനും ഇതിപ്പം അമേരിക്കൻ ജിയോളജിക്കൽ സർവേ ഓഫ് US-ന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ എപ്പോഴും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുൾപ്പെടെ അയൽ രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അതുമാത്രമല്ല ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ് ഫോർ ട്രാവലേഴ്സ്, അത് ട്രക്കിങ്ങിന് വേണ്ടി പോകുന്നവരാകട്ടെ, തീർത്ഥയാത്ര പോകുന്നവരാകട്ടെ, മറ്റു പല പർപ്പസിന് പോകുന്നവരാകട്ടെ, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള കുറച്ചുകൂടി കാര്യക്ഷമമായ സംവിധാനവും ഭാരതം ഒരുക്കണം. അതോടൊപ്പം ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് കാലാകാലങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ചെയ്തതുപോലെ ഇന്ത്യ ഹെലികോപ്റ്റർ അയച്ചു കൊടുക്കുന്നു, അതെല്ലാം വേണ്ടതുമാണ്. തീർച്ചയായും അവിടെ കുടുങ്ങിയവർക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നേപ്പാളിൻ്റെ പുനർജീവനത്തിന് നമ്മുടെ സഹായവും അത്യന്താപേക്ഷിതമാണ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ രാജേഷ് മാധവൻ നോർക്ക CEO, ഡോക്ടർ സുനിൽ PS ജിയോളജിസ്റ്റ്, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം തന്നെ വിനോദ്, നേപ്പാളിൽ കുടുങ്ങിയ മലയാളി. Meet the editors.